ഹായ് ഓൾ, ഞങ്ങൾ ഇന്ന് പോകുന്നത് പാലക്കാട് കോട്ട കാണാനാണ്. ഞാനും എൻ്റെ അമ്മയും മേമയും പിന്നെ 3 അനിയത്തിമാരായിട്ടാണ് പോയത്. ഈ ഒരു കോട്ട പാലക്കാട് നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലക്കാട് കോട്ടേൻ്റെ വേറൊരു പേരാണ് ടിപ്പൂസ് ഫോർട്ട്. 1766 ഹൈദരാലി പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പിന്നെ ഹൈദരാലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത് ടിപ്പു സുൽത്താൻ്റെ അച്ഛനാണ്. പാലക്കാട് കോട്ടയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ആയിട്ട് ഒരു 25 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. മറിച്ചൊരു ഫോറിൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് അവിടുത്തെ ചാർജ്. നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ് ഞങ്ങൾ അവിടെ കണ്ടത്. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം 1790 ഈ ഒരു കോട്ടേൻ്റെ ഭരണം ബ്രിട്ടീഷുകാരെ ഏറ്റെടുത്തു. ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. ഈ ഒരു കോട്ട പണിതിരിക്കുന്നത് പാലക്കാട് പ്രദേശത്തെ തന്നെ കട്ടക്കല്ല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് പാലക്കാട് കോട്ട ഇന്നും അതിൻ്റെ ശക്തിയും രൂപസൗന്ദര്യത്തോടും കൂടി ഇരിക്കുന്നത്. ഈ കോട്ടേൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഒരു കോട്ട മൈതാനവുമുണ്ട്. കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പാലക്കാട് കോട്ടേൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പഴയ സബ് ജയിലാണ്. ഇപ്പോഴും പ്രവർത്തന സജ്ജമായ ഈ ഒരു ജയിൽ കോട്ടേൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. പിന്നെ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനും ഉണ്ട്. ഇതിനെ നമ്മൾ ശിലാവാടിക എന്നാണ് പറയാം. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഡാൻസിൻ്റെ റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു മയിലൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കോമൺ ആയിട്ട് മയിലൊക്കെ ഉണ്ട്. കോട്ടേൻ്റെ വേറെ സ്ഥലത്ത് ഇതുപോലെ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ നാഷണൽ ബേർഡിനൊക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി.